ஃபுல்லாக இங்கே இந்த கேரளா இதில் நடந்ததுனால அது நடந்தது இன்ட்ரெஸ்டிங்காக தான் இருந்தது சரிங்களா. ஆனால் ஃபுல்லாக இங்கே இருந்ததுன்னா என்ன என்கேஜிங்காக இருந்திருக்கும் சரிங்களா. எங்கண்ணா தமிழ்நாட்டிலேவா? ஓ அங்கே பாண்டிச்சேரி சென்னை அந்த பக்கம் எல்லாம் கோடம்பாக்கம் பக்கம் எல்லாம் போய் பிருத்திராஜ் இல்லை ப்ரோ. திடீர்னு அவர் வராரு, அவருக்கு ஒரு பிளர் ஷாட்டு 4 சைட் ஷாட்டு போயிடுறாரு. അയ്യോ ആരാ പറയുന്നത്? ഹായ് ഗൈസ്, ഐ ആം ബിച്ചു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എമ്പുരാൻ നമ്മുടെ കേരളത്തിൽ തകൃതിയായിട്ട് സിനിമ ഓടുന്നുകൊണ്ട് അതുപോലെ തന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുക. സിനിമയുടെ അവസാനം കിട്ടിയ അപ്ഡേഷൻ പ്രകാരം 23ഓളം വെട്ടുകളാണ് ഇനി ആ സിനിമയിലേക്ക് വരാൻ പോകുന്നത്. ഓൾറെഡി നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമായിരിക്കും, ആ സിനിമയിലെ നായകന്റെ പേര് തന്നെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. വിവാദങ്ങൾ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോഴും സിനിമയ്ക്ക് കിട്ടുന്ന കളക്ഷന് യാതൊരുവിധ കുറവുമില്ല. ഏകദേശം 300 കോടിയിലേക്കാണ് വേൾഡ് വൈഡ് കളക്ഷൻ സിനിമ ഇപ്പം നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോഹൻലാലിന്റെയും അല്ലെങ്കിൽ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയൊരു തുടക്കം തന്നെയാണ് ഈ 2025 ഇത്രയും വലിയൊരു ഹിറ്റ് മോഹൻലാലിന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റോട് കൂടി തന്നെ എടുത്ത സിനിമ ഏതാണ്ട് ഗോകുലം ഗോപാലിന് അറിയാതൊന്ന് പറഞ്ഞു പോയായിരുന്നു 180 കോടി എന്ന്. അപ്പൊ അത്രയും കോടി രൂപ തന്നെ മുതൽ മുടക്കി എടുത്തിരിക്കുന്ന സിനിമയാണിത്. അപ്പൊ ഈ സിനിമ മലയാളത്തിൽ മാത്രമല്ല തമിഴ്, തെലുങ്ക്, കന്നഡ, അതായത് പാൻ ഇന്ത്യ റിലീസായിരുന്നു സിനിമ നടത്തിയിരുന്നത്. പക്ഷെ ഇതിനകത്തുള്ള കറക്റ്റ് സ്റ്റോറിയുടെ വാല്യൂ എന്താണെന്നും ഈ സ്റ്റോറിയിലൂടെ ജനങ്ങൾക്കിടയിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിന്റെ കറക്റ്റ് നോട്ട് കിട്ടിയത് മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം ഇതൊരു സിനിമയായിട്ട് തന്നെ കണ്ട് അങ്ങനെ തന്നെ വിട്ടിട്ടങ്ങ് പോയതുള്ളൂ. പിന്നെ മലയാളികൾ ഇതിനകത്ത് നിന്ന് എന്തൊക്കെ ഉണ്ടെന്ന് ചിന്തിച്ച് കൂട്ടിയെടുത്തപ്പോഴാണ് ഈ സിനിമയിൽ ഇങ്ങനെ ഒരു മറുപുറം ഉണ്ടല്ലോ, ഇതെന്തായാലും കാണാതെ പോയത്, ഇതെന്തിന് ഇവിടെ കൊണ്ടുവന്നു, ആൾക്കാർ 10-20 വർഷമായിട്ട് മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ വീണ്ടും എന്തിന് ജനങ്ങൾക്കിടയിലേക്ക് ഓർമ്മിക്കാനായിട്ട് കൊണ്ടുവരുന്നു. പിന്നെ ഈ ട്രെയിൻ കത്തിച്ചത് ആദ്യം കാണിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ആ ട്രെയിൻ കത്തിച്ചതിന്റെ റീസൺ എന്താണെന്ന് ആദ്യം കാണിച്ചില്ല. മേ ബി ചിലപ്പോൾ അത് കാണിച്ചിരുന്നുവെങ്കിൽ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുമായിരുന്നു. കാരണം അപ്പുറം ഇപ്പുറം ഒരുപോലെ തന്നെ നിന്നേനുമല്ലോ. പക്ഷെ ഇതൊന്നുമല്ല. തമിഴ്നാട്, തെലുങ്ക് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഈ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ, ഇത്രയും വലിയൊരു മാസ്, ഇത്രയും വലിയൊരു BGM, ഇത്രയും വലിയൊരു ഈ പറയുന്ന ഒരു ഫീൽഡ്, ഒരു ബിഗ് സ്കെയിലിൽ വന്നൊരു സിനിമ. അതായത് നമ്മൾ വന്നിട്ടുള്ളത് ഈ പറയുന്ന മലയാളം ഒഴിച്ച് മറ്റ് ലാംഗ്വേജിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടത്. അപ്പം അവിടുത്തെ ഓഡിയൻസിന് ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെക്കാട്ടിലും കൂടുതൽ ഇതിനോട് ഈ ഒരു ലെവൽ ഓഫ് സിനിമയോട് പൊരുത്തപ്പെട്ട ആൾക്കാരാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോഴാണ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കയറി വരുന്നത്. പക്ഷെ നമുക്ക് ഇതുപോലുള്ള സിനിമകൾ ഇനിയും വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പം തമിഴ്നാട്ടിൽ ഈ സിനിമ റിലീസായതിനു ശേഷം എങ്ങനെയാണ് അവിടെയുള്ള ആൾക്കാർ ഈ ഒരു സിനിമ കണ്ടതെന്നും എൻ്റെതായ രീതിയിലാണ് ഞാൻ ഈ ഒരു സിനിമയെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്കറിയാലോ, വിജയ്, അജിത്ത്, അതിലും മേളിൽ രജനീകാന്ത് തുടങ്ങിയ ആൾക്കാരുടെയൊക്കെ സിനിമകൾ കണ്ട് അതിനകത്തുള്ള ആക്ഷന്, അതിനകത്തുള്ള BGMs, അതിനകത്തുള്ള സ്ലോ മോഷൻ അല്ലെ, അതിനകത്തുള്ള ഈച്ച് ആൻഡ് എവറിത്തിങ് അവരെ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും അത്രയും വലിയൊരു നമ്മുടെ മലയാളത്തിൽ നിന്നുള്ളൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ അതുമായിട്ടായിരിക്കും എപ്പോഴും കമ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മുടെ എമ്പുരാൻ അവർക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടതെന്നും അവർക്ക് കിട്ടിയ ഫീല് നമുക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്നും എൻ്റെതായ രീതിയിൽ വിലയിരുത്തിക്കൊണ്ടായിരിക്കും ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ തന്നെ റിയാക്ഷനിലേക്ക് കടക്കാം ഗൈസ്. ഓക്കെ, മോഹൻലാൽ എപ്പടി இருந்தாருன்னு മോഹൻലാൽ மாதிரி இருந்து പിന്നെ മോഹൻലാൽ പിന്നെ മമ്മൂട്ടി மாதிரி இருப்பாடா அயோக்கியமுண்டாம். ஓகே ஏன் ப்ரோ நல்லா இருந்துச்சு, நல்லா സാറ്റിസ്ഫൈ ആச்சு. ഫാൻ മൊമെന്റ് ആരും നിൽക്കാത്ത എന്താ, എല്ലാവരും ഇങ്ങനെ ഓടി പോകുന്ന എങ്ങോട്ടാ? അത് നിന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞാ എന്ത് പറ്റി? നിങ്ങൾക്ക് അവിടെ നിന്ന് മൂട്ട് തീ പിടിച്ചാണോ സിനിമ കണ്ടിട്ട് ഇറങ്ങിയത്? അവസാനത്ത് ഇടി കണ്ട് ഞെട്ടിയതാണോ? എന്തുവാ കാര്യം പറ. இருந்துச்சு. ஸ்டோரி ஸ்கிரீன் பிளே இன்னும் கொஞ்சம் பெட்டரா இருக்கலாம். ஸ்கிரீன் பிளே ஃபர்ஸ்ட் பார்ட் அளவுக்கு கம்பேர் பண்ணும்போது ஃபர்ஸ்ட் பார்ட் அளவுக்கு இல்ல, ബട്ട് ഓക്കെ. സ്ക്രീൻ പ്ലേ ഒക്കെ ഇച്ചിരി കൂടെ ബെറ്റർ ആക്കാന്ന് നല്ലൊരു വിലയിരുത്തല. അവിടെ ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള കഥകളൊക്കെ ഉള്ളതല്ലേ. അപ്പം സീരിയസ് ആയിട്ട് കുഴപ്പം പറയാൻ പറ്റത്തില്ല അല്ലേ? என்ன சொல்லணும்னு தெரியல. இது லூசிஃபர் இன்டூ 2 தான். இது ஆல்ரெடி அவங்க 2ன்னு சொல்லிட்டாங்க. இருந்தாலும் அது എക്സ്പെക്ടേഷൻസോടെ ഹൈ ആകാൻ இருந்திருக்கு நிறைய. എനിക്ക് നിങ്ങളുടെ സിനിമയെ പറ്റി, അജിത്തിന്റെ ഇപ്പൊ അവസാനം ഇറങ്ങിയ കുറെ സിനിമയെ പറ്റി എനിക്കും പറയാനുള്ള ഇതാ, ഒരു കാര്യമില്ലാതെ മുട്ടക്കാട്ട് ഹൈപ്പ് അങ്ങ് കൊടുക്കും. സിനിമ നിലത്ത് വരുമ്പോഴത്തേക്കിനോ ചെറുത് മുട്ടിന് താഴെ കിടന്ന് ഓടുന്ന സിനിമയായിരിക്കും. അപ്പം ഹൈപ്പ് ഒരുപാട് കൊടുത്തിട്ട് സിനിമ കൊള്ളത്തില്ല എന്നുള്ളത് ആദ്യത്തെ അനുഭവമൊന്നുമല്ല. നിങ്ങളെ കണ്ട് പഠിച്ചതാ. അത് തന്നെ രാജുവേട്ടൻ നിങ്ങളെ കണ്ട് പഠിച്ചതാ സംഭവം. ഞാൻ എന്തോ പറയാനാ പിന്നെ. எல்லாமே சாட்டிஸ்ஃபை தான். பிருத்திவிராஜ் ஃபேனாக தான் பண்ணியிருக்காரு. அவர் எப்பவுமே ஃபேன் பாய் தான் சொல்லியிருக்காரு. ஃபேன் பாய் எதுவும் வந்தாலும் அவர் அந்த ஊர் கார்த்திக் சுப்ராஜ், இந்த ஊர் மாதிரி அவ்வளோதான். ആന്ധ്രയിൽ നല്ല ഓടും. ആന്ധ്രയിൽ നല്ല ഓടും. എന്താണ് ബാലയ്യ ഉണ്ടോ അതിനകത്ത്? അത് പിന്നെ ഇവിടുന്ന് ആന്ധ്രാക്കാരെ മാത്രം ഞങ്ങൾ പരിഗണിക്കുന്നുള്ളൂ. ഞങ്ങൾ തമിഴ്, നിങ്ങൾ തൊട്ടടുത്ത് കിടക്കുന്നത്. കാരണം നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ കൂടുതൽ കണക്ട് ആവുന്ന ഞങ്ങൾക്കാ.
ഞങ്ങൾക്ക് മലയാളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹിന്ദി അറിയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ ഭാഷ അറിയാവുന്നത്. അതുകൊണ്ടാണ് ആന്ധ്ര കണക്ട് ആവുമെന്നും തെലുങ്കാനയിലോട്ടൊന്നും പറഞ്ഞുകൂടെ ഒന്നും വിടല്ലേ. ഇവിടെ തമിഴ്നാട്ടുകാർക്ക് കണക്ട് ആയോ പറ മാമ പറ. படம் அந்த மாதிரி இருக்குது. லூசிஃபருக்கும் இதுக்கும் வித்தியாசம் இருக்கு. അത് തീർച്ചയായിട്ടും இருக்கும். ലൂസിഫർ ഫസ്റ്റിൽ, ഇത് സെക്കൻഡ്, അത് വ്യത്യാസം തീർച്ചയായിട്ടും இருக்கும். பார்ட் எப்படி இருக்குன்னு பார்ப்போம். ஃபர்ஸ்ட் பார்ட் கம்பேர் பண்ணும்போது இந்த பார்ட் எப்படி இருக்கு? ஃபர்ஸ்ட் பார்ட் நல்லா இருக்கு. செகண்ட் பார்ட்ல தான் அதான் ஆந்திரா தான் விடும். അപ്പൊ ഫസ്റ്റ് പാർട്ട് തമിഴ്നാട്ടിൽ കാണിച്ചിട്ട് സെക്കൻഡ് പാർട്ട് നമുക്ക് ആന്ധ്ര മുംബൈയിലേക്ക് വിടാം. കാരണം എനിക്ക് തോന്നുന്നു ലാംഗ്വേജിന്റെ ഒരു ബാരിക്കേച്ചർ ഇവരുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ എന്തോ ഒരു ബാരിയറിന്റെ വിഷയം ഉണ്ട്. നമുക്ക് നോക്കാം. അത് ஆந்திரா மும்பை ரொம்ப மசாலாவா இருக்கு. மசாலா ஒரு மாதிரி இருக்கு. മസാല ഇല്ല മസാല ഒന്നും ഇല്ല. ഞങ്ങൾ മസാലയുടെ ആൾക്കാരല്ല. ഞങ്ങൾക്ക് അത് വേണ്ട. ഞങ്ങൾ പച്ചക്ക് കഴിക്കുന്നവരാ. பார்ட் 3 நல்லா இருக்கும்னு நினைக்கிறேன். நல்லா தான் இருந்தது. ராவட் எப்படி இருந்தாரு? ஃபர்ஸ்ட் பார்ட்டோட கொஞ்சம் இதுதான். ஃபர்ஸ்ட் பார்ட் நல்லா இருந்தது. சரிங்களா? ஏன் ஃபர்ஸ்ட் பார்ட்டோட எப்படி சொல்றீங்க? இல்லை அதில் ஃபுல்லாக இதில் ஃபாரின்ல அங்கே இங்கேயும் சுற்றி இருக்க மாதிரி இருந்தது. പൃഥ്വിരാജ് ഫസ്റ്റ് പാർട്ട് തമിഴ്നാട്ടിൽ റിലീസ് ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. സെക്കൻഡ് ആവശ്യമില്ല. എല്ലാവരും ഫസ്റ്റ് പാർട്ട് കൊള്ളാന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് ആർക്കും ഇഷ്ടമുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ ആദ്യത്തെ 20 മിനിറ്റ് എന്തുവായിരുന്നു ലാംഗ്വേജ് ഹിന്ദി, അത് കഴിയുമ്പോഴത്തേന് മലയാളം, പിന്നെ ഇംഗ്ലീഷ്. അപ്പൊ ഇവർക്ക് കൂടുതൽ കണക്ട് ആയി അതാ. അപ്പം ആ ലാംഗ്വേജിന്റെ കുഴപ്പം ഇവർക്ക് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ஃபுல்லாக இங்கே இந்த கேரளா இதில் நடந்ததுனால அதனால இன்ட்ரெஸ்டிங்காக தான் இருந்தது. சரிங்களா? ஆனால் ஃபுல்லாக இங்கே இருந்ததுன்னா என்கேஜிங்காக இருந்திருக்கும். சரிங்களா? எங்கண்ணா தமிழ்நாட்டிலே வா. ஓ, அங்கே பாண்டிச்சேரி, சென்னை, அந்த பக்கம் எல்லாம் கோடம்பாக்கம் எல்லாம் போய் பிருத்திராஜ் இந்த அண்டர் வேர்ல்டு டோனு எல்லாம் தமிழ்நாட்டில் சுற்றி பற்றி நடப்ப திண்டுக்கல் வழி கறங்கி பொள்ளாச்சிக்கு போயாச்சு. அந்த மாதிரி தானே. அந்த மாதிரி ஒன்றும் பண்ண முடியாது. இது வந்து பிக் ஸ்கேல். ഇത് இந்த മോഹൻലാൽ എന്താ ടെററിസ്റ്റ് വിങ്ങോ ഇന്ത്യയിലെ അല്ല ലോകത്തിലെ 3 പേരിൽ ഒരാളായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അത്ര ദൂരെ പോയത്. അല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ പോണ്ടിച്ചേരിയിൽ അങ്ങനെ എടുക്കാമായിരുന്നല്ലോ. மற்றபடி அது செகண்ட் பார்ட் தேர்ட் பார்ட் பார்த்தா தெரியும் எப்படி இருக்குன்ட்டு. படத்துல மோகன்லாலே கம்மியா வராருன்றாங்க. ஆமாம் கம்மியாக தான் வராங்க. சரிங்களா? அவருக்காக வந்துடும் போது அது படத்துல அது இல்லை அந்த இதில் லோவில் பூரா ஃபாரினில் அங்கே இங்கே ஏமன் அது இதுன்னு போயிட்டு இருக்கிறது தான் கொஞ்சம் லேக் அடிக்கிற மாதிரி இருந்தது. போன தடவை ஃபுல்லாக பாலிடிக்ஸ் இங்கேயே லோக்கலில் இருந்தது இல்லை. அதுதான் மற்றபடி வேறு ஒன்று. അത് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റാണ്. കാരണം ഈ സിനിമയുടെ ഒരു ഈ പറഞ്ഞൊരു 80% ഈ സിനിമ ഓടുന്നത് ഈ പറഞ്ഞ പല പല രാജ്യങ്ങളിലൂടെ. പക്ഷെ ഇതിന്റെ കഥ കിടക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ പൊളിറ്റിക്സ്, കേരളമായിട്ട് ബന്ധപ്പെട്ട കഥയും. പക്ഷെ ഈ സിനിമ കിടന്നങ്ങ് ഇങ്ങനെ കറങ്ങി മറ്റേ ഇല്ല ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നമ്മൾ കറക്കി വിടുമ്പം തിരിച്ചു വരുന്ന സാധനം ഉണ്ടല്ലോ, എന്താ ബൂമറാങ്, ആ സാധനം. അത് കണക്ക് ഇങ്ങനെ ഇവിടെ തുടങ്ങി ഇങ്ങനെ കറങ്ങി പോയി രാജ്യം ചുറ്റി തിരിച്ചു വരുന്നു. മറ്റേ നമ്മുടെ ടെക് ട്രാവലേറ്റ് സുജിത് ഭക്തനില്ലേ, പുള്ളിക്കാരന്റെ വ്ളോഗ് കാണുന്നതൊക്കെ പോയി. ஓகே இன்ட்ரெஸ்டிங்காக தான் இருக்குது. தேர்ட் பார்ட் தான் நான் ஃபுல்லாக இங்கே நடக்கிற மாதிரி வரும்னு நினைக்கிறேன். சரிங்க ப்ரோ, மூவி மட்டும் தான் ப்ரோ. அதாவது ஃபர்ஸ்ட் பார்ட்டில் 2 பார்ட் வந்துச்சு ப்ரோ. 2 பார்ட் வந்துமே திருப்பி புதுசாக கேரக்டர் பில்ட் பண்ணுறாங்க, புதுசாக സെറ്റ് பண்ணுறாங்க. കഥയെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് നിങ്ങൾക്ക് ആർക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഈ സിനിമ? എന്തുവാ ഞങ്ങളുടെ ഇവിടെ ഇങ്ങനൊന്നും അല്ല അഭിപ്രായം വന്നത്. ഇത് സൂപ്പറാക്കി ഇടില്ല, മറ്റതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞ് പിന്നെ അവസാനം വേറെ വിവാദം ഉണ്ടായി. ഇവരെ സംബന്ധിച്ച് ഇവർ വിവാദം പോലും കണ്ടിട്ടില്ല സിനിമയിൽ. അങ്ങനെ ഇഷ്യൂ ഉള്ള പോലും ഇവർക്ക് അറിയത്തില്ല. നമ്മുടെ മിണ്ടാതിരുന്നാൽ ആരും അറിയാൻ പോകുന്നില്ല. ആരോടും പറയാൻ വേണ്ട കേട്ടോ. இல்லை ப்ரோ, திடீர்னு அவர் வராரு, அவருக்கு ஒரு பிளர் ஷாட்டு, 4 சைட் ஷாட்டு போயிடுறாரு. ஐயோ, ஆரா പറയുന്നത്? விஜய் வந்து வராரு, அந்த கடல்ல இருந்து பறந்து வராரு, சுறா பூச்சியில இருந்து சாடி வராரு. எப்படியெல்லாம் வந்தது அதெல்லாம் கண்டு கையடிச்சு உசுப்பேத்தி விட்டு என்னெல்லாம் நான் சொல்லியிருக்கேன். அடா அண்ணா வாண்ணா வாண்ணா, நீ எப்படின்னா வாண்ணா, அப்படியெல்லாம் சொல்லி ஒரு பிரயோஜனம் இல்லை. മോഹൻലാൽ വരാറ്, നിപ്പാറ്, സൈഡിൽ 2 ഷോട്ട് എടുപ്പാറ്, പോകാറ്. ഫോട്ടോഗ്രാഫറാടെ പൃഥ്വിരാജ്. என்ன சொல்ல வராங்க? ஸ்டோரியே ஒன்றுமே இல்லை ப்ரோ. அதாவது ஃபர்ஸ்ட் பார்ட்டில் வந்து எதுவுமே ஃபர்ஸ்ட் பார்ட்டில் வில்லனா இப்போ யாரையுமே இது பண்ணல செகண்ட் பார்ட்டுக்கு. அதனால ஃபர்ஸ்ட் பார்ட்டில் இருக்க நல்லவனையே கேட்டவனா மாற்றிட்டாங்க. അത് ഇവൻ ടോവിനെ കാണാൻ വന്നത്, അതുകൊണ്ട് പറ്റിയതാ. மாற்றிட்டு அவனுக்கு ஒரு பிளாட்டு. மொத்தத்தில் மோகன்லால் ப்ரோ, ஃபுல்லாக மோகன்லால் ப்ரோ. மோகன்லால் ஃபுல்லாக போகிறாரு. 40 நிமிஷம் தான் வராருன்றாங்க. அதான் அவர் ஃபுல் பவரில் இருக்கிறதுனால அவர் காயின்கள் நகர்த்துறாரு. அவ்வளோதான் படம். ആ പറഞ്ഞത് കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ആ സിനിമ ഇടയ്ക്കൊക്കെ എവിടെയോ ഒന്ന് നിൽക്കാറായി ലാഗ് അടിച്ചെന്ന് തുടങ്ങുമ്പോഴത്തേക്കിന് മോഹൻലാലിന്റെ സ്ക്രീൻ പ്രസൻസ് കയറി വരും. ആ സിനിമ വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ ഞാൻ 6 മണിക്ക് കാണാൻ പോകണ്ടായിരിക്കും, ഞാനങ്ങ് ഉറങ്ങി ഫസ്റ്റ് ഹാഫിന്റെ കുറച്ച് ലാഗ് அடிச்ச ഭാഗങ്ങളിലൊക്കെ. സത്യവാ ரொம்ப மோசம் ப்ரோ. லூசிஃபர் ஒன்றில் பாதி கூட இல்லை. படம் ரொம்ப மோசம். என்ன எல்லாமே ஸ்லோ மோஷன் ஷாட்டு. மோகன்லாலுக்கு 1 hour கூட ஸ்க்ரீன் ஸ்பேஸ் கிடையாது. ரொம்ப ஸ்லோ. 3 மணி நேரம் எடுத்து வச்சுருக்கிறாங்க.
കഥ தான் നാട് നാടാ പോകുന്നത്. അങ്ങനെ വേണോടാ. നിങ്ങളുടെയൊക്കെ അവിടെ നിന്ന് കുറെ സുറാവളി എന്നൊക്കെ പറഞ്ഞ് കുറെ സിനിമ വന്നല്ലോ. അപ്പൊ ഞങ്ങളും ഇങ്ങനെ ഇരുന്നത് ഇടയ്ക്ക് ഞങ്ങൾ സിനിമകളെ കാണാം. അങ്ങനെ ഇരിക്കും കേട്ടാ. ஸ்க்ரீன் பிளே அப்படியே நிற்கிது. ரொம்ப இல்லை லூசிஃபர் ஒன்று மாதிரி, லூசிஃபர் ஒன்று ஸ்லோ மோஷனாக இருந்தால் கூட ஒரு நீட்டான ஸ்க்ரீன் பிளே இருக்கும், நல்ல மாஸ் மூமெண்ட்ஸ் இருக்கும். பட் இங்கே வந்து ஃபஸ்ட் ஹாஃபே கொஞ்சம் தட்டு மாதிரி தான் ஓடுச்சு. செகண்ட் ஹாஃப்லாம் அப்படியே ஃப்ளாட்டாக படுத்துட்டு அப்படியே ரொம்ப மோசமாக இருக்குது. ரொம்ப ഇവൻ നല്ല പായൊക്കെ ആയിട്ട് പോയായിരുന്നെങ്കിൽ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങായിരുന്നു തോന്നുന്നു കേട്ടോ തിയേറ്ററിൽ. போஸ்ட்டு ஒன்றுமே இல்லை, வெறும் ஸ்லோ மோஷன் ஷாட்ஸ் தான். படம் முழுக்கவே ஸ்லோ மோஷன் ஷாட்ஸ் தான். ഒരു രണ്ട് സീൻ സ്ലോ മോഷൻ. ഒന്നെങ്കിൽ ഇവൻ ഭയങ്കരമായിട്ട് സിനിമ നിരൂപണം നടത്തി അതിന്റെ ഓരോ അവയവങ്ങളൊക്കെ കീറി മുറിച്ച് കാണുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഇവൻ തമിഴ് സിനിമ കാണാത്ത ഒരാളാണ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. வச்சா பரவாயில்ல, ஒரு 50 ஷாட் இருக்குன்னா 50 ஷாட்டு ஸ்லோ மோஷன் ஷாட் வச்சா என்ன பண்ணுறது. ലാലേട്ടൻ ரொம்ப பிடிக்கும், പൃഥ്വി ரொம்ப பிடிக்கும். ഇപ്പൊ നമ്മുടെ ബിഗ് ബിയുടെ ക്ലൈമാക്സ് ഒന്ന് കണ്ടായിരുന്നെങ്കിൽ എന്തോ ഇതനായിരുന്നു എന്ന്. മമ്മൂട്ടി അങ്ങ് അപ്പുറത്തുനിന്നാ വരുന്നത്, വിഴിഞ്ഞം കടപ്പുറത്തു നിന്നാ. ഞാൻ കൊല്ലം ബീച്ചിൽ ഇരിക്കുമോ, വിഴിഞ്ഞം കടപ്പുറത്തു നിന്നാ വരുന്നത്. அவங்க எடுக்கணும் பாக்கியம் ரிலீஸ் செய்ய. லூசிஃபர் ஒன்றும் ரொம்ப பிடிக்கும், மலையாளம் சினிமா ரொம்ப பிடிக்கும். ஆனால் இதில் எதுவுமே இல்லை. லூசிஃபர் பார்ட் 2 தான். ஸ்கேல் ரொம்ப பெருசாக பண்ணியிருக்காங்க, நல்லா இருக்கு மூவி. பிருத்திவிராஜ் நல்லா டைரக்ஷன், ஸ்க்ரீன் ப்ரெசன்ஸ்லாம் நல்லா இருக்கு. மோகன் கொள்ளான்னு പറയുന്ന ഒരാള് எல்லாம் நல்லா பண்ணியிருக்காங்க மூவி. ஃபர்ஸ்ட் ஆஃப் ஓகே நல்லா இருந்துச்சு. செகண்ட் ஆஃப் தான் நல்லா கொண்டு போயிருக்காங்க. நல்லா இன்னும் பார்ட் 3 இருக்கு போல, பார்ட் 3 வருது. அது ஸ்கேல் ரொம்ப பெருசாக இருக்குது. நல்லா பட்ஜெட் வைஸ் நல்லா பண்ணியிருக்காங்க. பட்ஜெட் எவ்வளோ சொல்லலை, பார்க்கணும். நல்லா இருக்குது படம், சூப்பராக. அது இவராരും അറിഞ്ഞില്ല. 150 കോടി അറിയാതെ പറഞ്ഞു போய் கோபால்ஜி. ஸ்க்ரீன் பிளே ஆமாம், எல்லாமே இன்ட்ரெஸ்டிங்காக இருக்குது, நல்லா இருக்குது. சூப்பராக இருந்துச்சு படம். இப்போ தான் பார்த்து வந்தோம். ஃபர்ஸ்ட் ஷோ இஸ் ரியலி நைஸ், இட்ஸ் குட். சூப்பராக இருந்த அந்த ஸ்க்ரீன் ப்ரெசன்ஸ். ഈ കുട്ടി കണ്ട കറപ്പിട്ടുകൊണ്ട് വന്നേട്ടെ. മിക്കവാറും പൃഥ്വിരാജിനെ അറിയാവുന്ന ആരെങ്കിലും അല്ലെ പൃഥ്വിരാജിന്റെ വീഡിയോസ് കാണുന്ന ഒരാൾ. പൃഥ്വിരാജ് പറഞ്ഞില്ല സിനിമ കാണാൻ പോകുമ്പോൾ കറപ്പിട്ടുകൊണ്ട് പറഞ്ഞു. ഞാനും കറപ്പിട്ടുണ്ടോ പോയത്, ആ കുട്ടിയും കറപ്പിട്ടുണ്ടായിരുന്നിരിക്കും സിനിമ കാണാനായിട്ട് ആയിരിക്കും. ரொம்ப அதிகமாகவே நல்லா இருந்துச்சு. ஸோ ரொம்ப நல்லா இருந்துச்சு. இட்ஸ் a குட் மூவி. எல்லாருமே வந்து பாருங்க. பிருத்திவிராஜ், மோகன்லால், யாரும் டோவினோ எல்லாரும் சூப்பராக இருந்தாங்க. மஞ்சு வாரியர் ஷி வாஸ் ரியலி அமேசிங். நல்லா இருந்துச்சு படம், நல்லா என்டர்டெய்னிங்காக இருந்துச்சு. மோகன்லால் எப்படி இருந்தாரு? വീണ്ടും அதெல்லாம் எல்லாமே எல்லாரோட இன்டர்வியூ செம்ம மாசாக தான் இருந்துச்சு. மலையாளம் மூவி கம்பேர் பண்ணும்போது இது ஒரு நல்ல என்ன சொல்றது, ஒரு டிஃப்ரெண்டாக இருந்துச்சு, ஒரு டிஃப்ரெண்ட் என்டர்டெய்னிங். அப்புறம் മലയാളം മൂവി കമ്പയർ பண்ணும்போது ഇത് കൊഞ്ചം ഡിഫറൻ്റാ ഇരുന്നിട്ടായി. നീ പ്രൊമോഷൻ ചെയ്യാൻ അവിടെ പോയല്ലേ, മലയാളിയല്ലേ? ഒന്നുകൂടെ കേട്ടോ മലയാളിയാന്ന് തോന്നുന്നു. வந்து இந்த மாதிரி மாஸ் இதெல்லாம் வந்ததில்லை. ஸோ பார்த்து ரொம்ப ഇതെല്ലാം വന്നതില്ലയാ? വന്നതില്ല, വരാമ கொஞ்சம் கூட தெளிவா படிச்சா கரெக்டா வருவே. ஆச்சு. ஸோ பயங்கர டிஃப்ரெண்டாக இருந்துச்சு. பயங்கர டிஃப்ரெண்ட். ஒன்னுக்கு வேற ஒரு ஹைப் இருந்துச்சு, இதுக்கு அது அந்த மாதிரி இன்னொரு டைப் ஆஃப் ஹைப் இருக்கு. 3 வரணும்னு வரும். ஸோ அதுக்கு இன்னும் ஹைப்பாக இருக்கு. സർട്ടിഫൈഡ് മലയാളി. വെരി നൈസ്. അടിപൊളി മലയാളി അടിപൊളി. ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാം സൂപ്പറാ. ലൂസിഫറിനെക്കാട്ടും സൂപ്പറാ. അതിലും സൂപ്പറാ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്കും കള്ളായിരുന്നു. അപ്പോൾ എന്തായാലും തമിഴ്നാട്ടിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങളുടെ ഒരു കുറച്ച് ഭാഗം മാത്രമേ ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിനകത്ത് ഞാൻ കണ്ടതിനകത്ത് എനിക്ക് പോസിറ്റീവായിട്ട് പറയുന്ന ജനങ്ങളുടെ കൂടുതലും മലയാളികൾ തന്നെ ഞാൻ കണ്ടത്. തമിഴർ കൂടുതലും ഇതിനെ നെഗറ്റീവ് അടിച്ചു വിടുക. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഒരു പിടുത്തവുമില്ല. കഴിഞ്ഞ മാർക്കോ സിനിമയെ പറ്റി നമ്മൾ റിവ്യൂ ചെയ്തപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചത് ആ ഒരു ഏരിയയിൽ നിന്ന് കൂടുതൽ നെഗറ്റീവ് പബ്ലിസിറ്റി ആയിട്ടാണ് ഇങ്ങോട്ട് നമ്മുടെ സിനിമയെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടെല്ലാം ഇങ്ങനെ കയറ്റി മേലോട്ട് വെച്ച് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, അക്സെപ്റ്റ് ചെയ്യാനുള്ള ആവശ്യമുണ്ട്. അക്സെപ്റ്റ് ചെയ്യുന്നത് വളരെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ്, ഫഹദ്, ദുൽഖർ എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാതെ അവിടുത്തെ ആൾക്കാരെയും കൂടെ കൂടുതൽ ഇങ്ങോട്ട് അട്രാക്ഷനോട് കൂടി എടുക്കണം. അറിയാമല്ലോ നമ്മുടെ ഇവിടെ അല്ലു അർജുനൊക്കെ വന്ന് വാരിക്കൊണ്ട് പോയതൊക്കെ എന്താണ് എങ്ങനെയാണെന്നുള്ളത്. കാരണം നമുക്ക് അക്സെപ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് പറ്റിയതാണ്. പക്ഷെ ഇവർക്കത് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഇനി ഇവർക്ക് സിനിമ ഇഷ്ടപ്പെടാഞ്ഞതാണോ? എന്തായാലും കൊള്ളാം. ഇവരാരും ഈ സിനിമയിലെ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുമില്ല, ഈ പൊളിറ്റിക്സ് ഇവർ അറിഞ്ഞിട്ടുമില്ല. ഇവർക്ക് യാതൊരു ബന്ധവുമില്ല ഇതുമായിട്ട്. പക്ഷേ നമുക്കാണ് ഇതെല്ലാം പ്രശ്നമായത്, നമ്മളാണ് ഇതെല്ലാം കണ്ടത്. ഇതിനകത്ത് പൊളിറ്റിക്സ് ഒളിഞ്ഞിരിക്കുന്നത് നമ്മളാണ് കണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം നമ്മളാണ് കണ്ടത്. കാരണം എന്താണെന്ന് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പൃഥ്വിരാജിനെ കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും ഈ പറയുന്ന മുരളി ഗോപിയെക്കുറിച്ചും സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അവരുടെ ഹേറ്റേഴ്സ് കേരളത്തിൽ തന്നെ ഉള്ളത്. കാരണം അവർ കൂടുതലും കളിക്കുന്ന ഇവിടെ ആണല്ലോ.
അതുകൊണ്ടാണ് ഈ കഥയ്ക്കുള്ളിലെ വേറൊരു കഥയെ മറ്റ് വശത്തു നിന്ന് നോക്കിയപ്പോഴത്തേന് ആൾക്കാരെ പൊക്കിക്കൊണ്ടുവന്നത്. ഈ ഒരു കേരളം ഒഴിച്ച് നിങ്ങൾ ബാക്കി എല്ലാ സ്ഥലത്തും ഈ ഒരു സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കെല്ലാം അറിയാമല്ലോ. കാരണം ഗുജറാത്തിൽ നടന്നൊരു കലാപമാണ് 2002 27 ഫെബ്രുവരി. അത് ഗുജറാത്ത് ഇന്ത്യയുടെ ഭാഗം തന്നെയാണല്ലോ. അപ്പോൾ കേരളക്കാർക്ക് മാത്രമല്ലല്ലോ അറിയാമെന്ന്, എല്ലാവരും അറിയണമല്ലോ. പിന്നെ തമിഴെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് വായ്മൊഴി തമിഴ് മൊഴി വായ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് തമിഴല്ലാതെ വേറെ ഒരു ലാംഗ്വേജ് കണ്ടാലും പൊടിക്കലടാ എനിക്ക് പൊടിക്കലേ, അവരെ നമുക്ക് വേണമെങ്കിൽ ഇത്രയും മാറ്റി നടത്താം. പക്ഷേ വേറെ ആരും ഈ സിനിമയുടെ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. എല്ലാവർക്കും ഈ കലാപം അറിയാവുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടോ അറിയത്തില്ല. പക്ഷെ കുഴപ്പമില്ല, അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മാറ്റം വരുത്തി ഇപ്പോൾ എന്തായാലും കട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും വേണം ഈ റിവ്യൂ പറഞ്ഞവർക്ക് 3 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട. ഏതാണ്ട് 23 പീസ് അങ്ങോട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം സിനിമ നിങ്ങൾ പറഞ്ഞ കണക്ക് ഫസ്റ്റ് ഹാഫിന് അത്ര എത്തും, നിങ്ങൾക്ക് പോയി കാണാം.